വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് മൾട്ടിപ്ലെയറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, ആ എക്സാമ്പിൾ കൂടെ മനസ്സിലായെങ്കിൽ, നമ്മുടെ മെറ്റീരിയലിനകത്ത് രണ്ട് പ്രോബ്ലമാണ് കിടക്കണേ. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഇതേപോലത്തെ പ്രോബ്ലം തന്നെയാണ് നമുക്ക് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തനിയെ ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലാവും. സോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ഒരു യൂണിറ്റ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനകത്തും എത്രയാണോ ഔട്ട്പുട്ട് വേണ്ടി വരുന്നത്, ഓരോ പ്രോസസ്സിൻ്റെയും വേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോബ്ലം നമ്പർ 1, ദ ഫോളോയിങ് ആർ ദ പ്രോസസ് വൈസ് വേസ്റ്റേജ് ഓഫ് ഇൻപുട്ട് ഇൻ എ സ്പിന്നിംഗ് മിൽ ഇൻ ദ ഇയർ 1780. ഓക്കെ, പ്രോസസ് 1, 2, 3, 4, 5, 6 6 പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. ഒരു സ്പിന്നിംഗ് മില്ലിന് ആറ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഫ്രം ദ എബോവ് കാൽക്കുലേറ്റ് ദ പ്രോസസ് ബൈ വേസ്റ്റ് മൾട്ടിപ്ലയർ ഫാക്ടർ. ഓരോ പ്രോസസ്സിനകത്തും വേണ്ടി വരുന്ന വേസ്റ്റ് മൾട്ടിപ്ലയർ ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, ബ്ലോ റൂം എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സിനകത്ത് 9.18% ലോസ് ആണ്. സെക്കൻഡ് വൺ കാർഡിംഗ് 7.71% ലോസ് ആണ്. ഡ്രോയിങ് 1.10 and rowing 0.30, ring frame 7.21%, and the last one reeling and winding എന്ന് പറയുന്നത് 1.50% ലോസ് ആണ്. സോ നോർമൽ കേസിനകത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കഴിഞ്ഞ എക്സാമ്പിളിനകത്ത് നമ്മൾ 50 ഇൻപുട്ട് പറഞ്ഞായിരുന്നു. ഇവിടെ എത്രയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു 100 യൂണിറ്റ് ഇൻപുട്ട് ആണെന്ന് പറഞ്ഞ അസംഷനിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഓരോ പ്രോസസ്സിനകത്തുണ്ടാവുന്ന വേസ്റ്റേജ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഓരോ പ്രോസസ്സ് തന്നിട്ടുണ്ട്. ആ പ്രോസസ്സിനകത്തുള്ള വേസ്റ്റേജും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു 100 യൂണിറ്റിനെ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നു. ദാറ്റ് മീൻസ് ഈ പ്രോബ്ലത്തിനകത്ത് എത്രയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി നോക്കി, ആദ്യത്തെ പ്രോസസ്സിനകത്ത് 9.18% ആണ് നമുക്ക് ലോസ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 100 into 9.18% ലോസ് വരുന്ന നേരത്ത് 9.18 വരും അല്ലേ? അതായത് ആ പ്രോസസ്സിനകത്ത് നമുക്ക് 9.18 വരും. ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 100 മൈനസ് 9.18 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് 90.82 യൂണിറ്റ്സ് അവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, സോ ആദ്യമേ പറയുന്നു ഇവിടെ എത്രയാണ് ഇൻപുട്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ അണ്ടർ ദ അസംഷൻ നമ്മൾ ഒരു 100 യൂണിറ്റിന് ഇൻപുട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് കണ്ടോ, ആദ്യത്തെ പ്രോസസ്സിനകത്ത് 9.18% ആണ് ലോസ് പറയുന്നത്. സോ 100 into 9.18 വരും. 90.82 നമ്മുടെ എന്തായിട്ട് വരും, ഔട്ട്പുട്ടായിട്ട് വരും. ഇനി അടുത്ത പ്രോസസ്സിനകത്ത് 7.17 ആണ് നമ്മുടെ എന്ത് പറഞ്ഞേ, ലോസ് പറഞ്ഞേ ആണല്ലോ. സോ നോക്കി, അവിടുത്തെ ഇൻപുട്ട് എത്രയാണ്? ഫസ്റ്റ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട്. ദാറ്റ് മീൻസ് 90.82 into 7.17% നമുക്ക് ലോസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.51 6.51 യൂണിറ്റ് നമുക്ക് അവിടെ ലോസ് അത് സംഭവിക്കും. സോ 90.82 മൈനസ് 6.51 ചെയ്യുന്ന നേരത്ത് 84.31 രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടായിട്ട് 84.31 വരും. ഇനി ഈ രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടാണ് മൂന്നാമത്തെ പ്രോസസ്സിന്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് 84.31. ഇനി അതിന്റെ ലോസ് എത്രയാ? ഇൻറ്റു 1.10% അല്ലേ? 1.10% വരും. ദാറ്റ് മീൻസ് 0.93 ആണ് അവിടുത്തെ ലോസ്. അതിന്റെ ഔട്ട്പുട്ട് എത്ര വരും? 84.31 മൈനസ് 0.93 83.38 വരും അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്ത പ്രോസസ്സിനകത്ത് 0.30 ആണ് ലോസ് പറഞ്ഞേ. അതിന്റെ ഇൻപുട്ട് എത്രയാ? 83.38 ആണ് അതിന്റെ ഇൻപുട്ടായിട്ട് പറഞ്ഞേ. ഇൻറ്റു 0.30% അതിന്റെ ലോസ് ആയിട്ട് വരും. ഓക്കെ, ദാറ്റ് മീൻസ് 0.25 മാത്രമായിരിക്കും അതിന്റെ ലോസ്. സോ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 83.38 മൈനസ് 0.25 എത്രയാ? 83.13 വരും. ഓക്കെ, ഇതായിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട്. ദാറ്റ് മീൻസ് 83.13 ഇൻറ്റു 7.21% അവിടെ ലോസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.99 വരും. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 83.13 മൈനസ് 5.99 ദാറ്റ് ഈസ് ഈക്വൽ ടു 77.14 വരും. ആൻഡ് ലാസ്റ്റ് പ്രോസസ്സിലോട്ട് കിടക്കുന്ന നേരത്ത് 77.14 ഇൻറ്റു 1.50%. 1.50% ചെയ്യുമ്പോൾ 1.16 വരും.
ഓക്കെ. സോ 77.14 നിന്ന് 1.15 -1.16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 75.18 വരും. സോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തില്ല. ഓരോ പ്രോസസ്സിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ 100 യൂണിറ്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, 100 യൂണിറ്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, ഇൻപുട്ടായിട്ട് എടുത്തു. എന്നിട്ട് ആ ഇൻപുട്ട് ഫസ്റ്റ് പ്രോസസ്സിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ആദ്യത്തെ പ്രോസസ്സിനകത്ത് 9.18% ആണ് ലോസ് വരുന്നത്. ദാറ്റ് മീൻസ് 9.18% നമുക്ക് ലോസ് വരും. 100 മൈനസ് 9.18 ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 90.82 ആയിരിക്കും. ഈ ആദ്യത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഇൻപുട്ട്, അല്ലേ? കാരണം 6 പ്രോസസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവണേ, ഈ പറയുന്ന 75.98 എന്ന് പറയുന്ന എന്തുണ്ടാവണേ, ഔട്ട്പുട്ട് ഉണ്ടാവണേ. സോ ആ 90.82 ഇൻറ്റു രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ലോസ് 7.17 ചെയ്യുന്ന നേരത്ത് നമുക്ക് 6.51 വരും രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ലോസ്. സോ ഇൻപുട്ടിൽ നിന്ന് ലോസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ ഓരോ പ്രോസസ്സിനകത്തും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഓരോ പ്രോസസ്സിനകത്ത് ചെയ്യുമ്പോഴും നോക്കി നമുക്ക് മനസ്സിലായ കാര്യം എന്താ, 100 യൂണിറ്റ് ഇൻപുട്ട് എടുത്ത നേരത്ത്, അല്ലേ, 100 യൂണിറ്റ് മെറ്റീരിയലിൻ്റെ ഇൻപുട്ട് എടുക്കുന്ന നേരത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സിനകത്ത് 75.98 എന്ന് പറയുന്ന എന്തുണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് വേസ്റ്റ് മൾട്ടിപ്ലയർ? ഓരോ പ്രോസസ്സിനകത്തും കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനകത്തും ഉണ്ടാവേണ്ട ഔട്ട്പുട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഫൈനൽ ഔട്ട്പുട്ട് 1 ആവാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനകത്തുണ്ടാവുന്ന ഔട്ട്പുട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയണേ, അല്ലേ? സോ നേരത്തെ എക്സാമ്പിളിനകത്ത് ചെയ്ത പോലെ തന്നെ ഈ 75.98 എന്ന് പറയുന്നതിനെ നമുക്ക് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലേ, 75.98നെ നമുക്ക് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ആയിട്ട് ചെയ്തു പോകാം. ദാറ്റ് മീൻസ് അതിന് തൊട്ട് മുമ്പുള്ള പ്രോസസ്സിന്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്, 77.14. അതായത് അതിന് തൊട്ട് മുമ്പുള്ള അഞ്ചാമത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടായിട്ട് 77.14 യൂണിറ്റ് കിട്ടിയാൽ മാത്രമേ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എത്ര കിട്ടുള്ളൂ, 1 യൂണിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 75.98 യൂണിറ്റ് കിട്ടുള്ളൂ. ഒരിക്കൽ കൂടെ, അഞ്ചാമത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടായിട്ട് 77.14 യൂണിറ്റ് കിട്ടിയാൽ മാത്രമേ ആറാമത്തെ അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഫൈനൽ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എത്ര കിട്ടുള്ളൂ, 75.98 കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ടിനെ, ഫൈനൽ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സോ നോക്കി ബാക്കി എല്ലാം നമുക്ക് ഏത് രീതിക്ക് തന്നെ എഴുതാം, ഈ പറയുന്ന റിവേഴ്സ് ആയിട്ട് തന്നെ ചെയ്യാം. ദാറ്റ് മീൻസ് ഇതിന്റെ റേഷ്യോ മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 77.14 ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന 75.98 ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ 1 ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണ്ടി വരും, 77.14 ഡിവൈഡഡ് ബൈ 75.98 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 1.00153 വരും. എങ്ങനെയാ ചെയ്തേ, 77.14 ഡിവൈഡഡ് ബൈ 75.98 അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അത് ചെയ്താൽ മതി. മനസ്സിലായോ? ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് 77.14 ഔട്ട്പുട്ട് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 75.98 ഉണ്ടാവാൻ. ഇതേപോലെ തന്നെ ആ നാലാമത്തെ പ്രോസസ്സിൻ്റെ നോക്കാം. നോക്കി, നാലാമത്തെ പ്രോസസ്സിനകത്ത് 83.13 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടായപ്പോഴാണ് ഫൈനൽ ഔട്ട്പുട്ട് 75.98 ആയി. അതൊന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 83.13 ഡിവൈഡഡ് ബൈ 75.98 എത്ര വരും, 1.0941 വരും. Okay, and the next one 83.38 divided by 75.98 1.0973. And the next one 84.31 divided by 75.98 1.1096 വരും, 1.1096. And the first പ്രോസസ്സിനകത്ത് ഔട്ട്പുട്ട് 90.82 ആണ്. സോ 90.82 ഡിവൈഡഡ് ബൈ 75.98 ഡിവൈഡഡ് ബൈ 75.98 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്,
1.1953 വരും. ഓക്കെ, ഇനി മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര യൂണിറ്റാണ്? 100 യൂണിറ്റാണ് അല്ലേ? സോ 100 ഡിവൈഡഡ് ബൈ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 75.98 ആണ്. സോ 100 ഡിവൈഡഡ് ബൈ 75.98 ചെയ്യുമ്പം 1.3161 വരും. അതായത് ഇത് മീൻ ചെയ്യുന്ന എന്താ? ഒരു യൂണിറ്റ് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യണം? 1.3161 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ? അതായത് 1.3161 യൂണിറ്റ് നിങ്ങൾ പ്രോസസ്സ് തുടങ്ങുന്ന ഫസ്റ്റ് പ്രോസസ്സിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആദ്യത്തെ പ്രോസസ്സിനകത്ത് 1.1953 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ലാസ്റ്റത്തെ പ്രോസസ്സിനകത്ത് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതേപോലെ അത് കഴിഞ്ഞിട്ട് 1.1096 ഔട്ട്പുട്ട് പ്രോസസ് 2നകത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് കിട്ടുള്ളൂ. സോ ഇറ്റ്സ് കോൾഡ് വേസ്റ്റ് മൾട്ടിപ്ലയർ. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും വേസ്റ്റ് മൾട്ടിപ്ലയർ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ എന്താണ് വേസ്റ്റ് മൾട്ടിപ്ലയർ? ഫൈനൽ പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി ഓരോ പ്രോസസ്സിനകത്തും ഇത്രയൊക്കെയാണ് വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ വേസ്റ്റേജ് കൺസിഡർ ചെയ്തിട്ട് ഓരോ യൂണിറ്റിനകത്തും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനകത്തും, യൂണിറ്റ് അല്ല, ഓരോ പ്രോസസ്സിനകത്തും എത്ര യൂണിറ്റ് വെച്ച് നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്ഫ്ലോ കിട്ടണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടണം. ഇതിനെയാണ് നമ്മൾ വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇനി ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. നമുക്ക് ഈ എഴുതി വെച്ചിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കാം. എങ്ങനെയാണ് നോക്കി? 1.3161 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് 100 യൂണിറ്റിന് അല്ലേ? അത് ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് 100 - 9.18% ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1.1952% വരും. കാരണം എന്താ? ഈ പറയുന്ന 9.18 എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോസസ്സിന്റെ ലോസ് ആണോ? അതായത് 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനെ ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ആദ്യത്തെ പ്രോസസ്സിനകത്ത് റോ മെറ്റീരിയൽ ആയിട്ട് 1.3161 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് 1 യൂണിറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെ? ആദ്യത്തെ പ്രോസസ്സിന്റെ ലോസ് എന്ന് പറയുന്നത് 9.18% ആണ്. സോ അത് മൈനസ് ചെയ്യുമ്പോൾ, അതായത് 1.3161 ഇതിൽ നിന്ന് ആ പറയുന്ന 9.18% ലോസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1.1952 വരും. ഇനി രണ്ടാമത്തെ പ്രോസസ്സിലോട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, 1.1952 ഇൻറ്റു അവിടുത്തെ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് 7.17 ആണ്. സോ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1.1095 വരും. ഈ 1.1095 എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രോസസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ 1.1095 ഇൻറ്റു മൂന്നാമത്തെ പ്രോസസ്സിന്റെ വേസ്റ്റേജ് 1.10 ആണ്, മൈനസ് ചെയ്യുമ്പോൾ 1.0974 വരും. ഇത് നാലാമത്തെ പ്രോസസ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, 1.0974. നാലാമത്തെ പ്രോസസ്സിന്റെ വേസ്റ്റ് 0.30 മാത്രമാണ്. സോ 100 - 0.30 ചെയ്യുന്ന നേരത്ത് 1.094 വരും. ഓക്കെ, അടുത്ത പ്രോസസ്സ് 1.094 ആണ്. അവിടുത്തെ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് 7.21% ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1.0151 വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കേ, 1.0151 ആണ് ലാസ്റ്റത്തെ പ്രോസസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ പ്രോസസ്സിന്റെ വേസ്റ്റേജ് എന്ന് പറയുന്നത് 1.50 ആണ്. അത് മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? ഒരു യൂണിറ്റ് വരും. അതായത് ഇതെങ്ങനെയാണ് വന്നേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. സോ വേസ്റ്റ് മൾട്ടിപ്ലയർ മീൻസ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനകത്തും എത്രയാണോ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് അതിനാണ് വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഓരോ പ്രോസസ്സിന്റെ ഔട്ട്പുട്ടും ഫൈനൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഈ പറയുന്ന വേസ്റ്റ് മൾട്ടിപ്ലയർ ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെ ഒറ്റ കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ കിട്ടുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി എടുക്കരുത്, പകരം ഒരു യൂണിറ്റ് വേണം. കാരണം വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് തന്നെ അതാ അല്ലേ? ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആകെ കൂടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഇത് മാത്രമാണ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് മെറ്റീരിയലിനകത്തുണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലത്തിനകത്ത് ഉള്ളൊരു ഡിഫറൻസ് പറയാം. ആദ്യത്തെ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഓരോ പ്രോസസ്സിൻ്റെയും വേസ്റ്റേജ് എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും പറഞ്ഞിട്ടുണ്ട്
അതായത് ഈ പറഞ്ഞതുപോലെ 5-6 പ്രോസസ്സ് ഉണ്ട് അതിനകത്തും ഓരോ പ്രോസസ്സിൻ്റെയും ഇൻപുട്ടും ഔട്ട്പുട്ടും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോസിൻ്റെ പെർസെൻറ്റേജ് നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്യുന്ന നേരത്തെ നമുക്ക് എത്രയാണോ ലോസ് ആ ലോസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അങ്ങനെയല്ലേ? അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രോബ്ലത്തിനകത്തുള്ള നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും എത്രയാണ് വേസ്റ്റേജ് എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ പ്രോബ്ലത്തിനകത്ത് ഇത് നോക്കി, ദ കോട്ടൺ പ്രോസസ്ഡ് എത്ര കിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ കോട്ടണിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലാബ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ആണ്. സോ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്യുന്ന നേരത്ത് ആ പ്രോസസ്സിന് ഉണ്ടാകുന്ന വേസ്റ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അടുത്തത് നോക്കിയേ, ലാസ്റ്റ് പ്രോസസ്ഡ്, ദാറ്റ് മീൻസ് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ഇൻപുട്ട്. മനസ്സിലായോ? പക്ഷേ അവിടെ നോക്കിയേ, സിൽവേഴ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്രയേ തന്നിട്ടുള്ളൂ? ഇതിനേക്കാൾ കുറവാണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇതിൻ്റെ എന്തായിട്ട് പറഞ്ഞേ? വേസ്റ്റേജ് ആയിട്ട് പറഞ്ഞേ. സോ സെക്കൻഡ് പ്രോബ്ലത്തിനകത്ത് ഡയറക്റ്റ് എത്രയാണ് വേസ്റ്റേജിൻ്റെ പെർസെൻറ്റേജ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും വേസ്റ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എത്രയാണോ അത് മൈനസ് ചെയ്യുന്ന നേരത്ത്, ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് അല്ല കേട്ടോ, എത്രയാണോ ഇൻപുട്ട് അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ എത്രയാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? വേസ്റ്റേജിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അല്ല, ഞാൻ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് അങ്ങനെ ഒരു ഫോർമുല അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റിപ്പോയതാണ്. എത്രയാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓക്കെ, മൈനസ് എത്രയാണോ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് അതേ ഡിവൈഡ് ബൈ എത്രയാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വേസ്റ്റേജിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, സോ നോക്കി ഇതെങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കണേന്ന് നോക്കാം. കണ്ടോ? അതായത് ഓരോ പ്രോസസ്സിൻ്റെയും ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, ഓരോ പ്രോസസ്സിനകത്തുള്ള ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഓരോ പ്രോസസ്സിനകത്തുണ്ടാവുന്ന ലോസിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഇതുകൊണ്ടോ, ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100, ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സിനകത്തുണ്ടാവുന്ന ലോസ് ഓഫ് പെർസെൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പെർസെൻറ്റേജ് വരെ മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാം അല്ലേ? ഓരോ പ്രോസസ്സിനകത്തുണ്ടാവുന്ന വേസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ പെർസെൻറ്റേജ് അറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വേസ്റ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ നോക്കിയേ, ഔട്ട്പുട്ട് 100%ലോട്ടാക്കി ആ 100 മൈനസ് ലോസിൻ്റെ പെർസെൻറ്റേജ് മൈനസ് ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് വരും. അങ്ങനെ ക്ലോസിംഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 75.98 ആവും. അതിനെ നമുക്ക് 1 ആയിട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഓരോ പ്രോസസ്സിനകത്തുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 77.14 ഡിവൈഡ് ബൈ 75.98 ചെയ്യുമ്പോൾ 1.0153 വരും. മനസ്സിലായോ? ബാക്കിയെല്ലാം സെയിം ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇവിടെ ഉണ്ടാവുന്ന രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തേത് ഈ പറഞ്ഞ ലോസിന്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ല. സോ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സിന്റെ ലോസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ലോസിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. സോ ആ പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഔട്ട്പുട്ടിനെ നമ്മൾ 100% ആക്കുന്നു. ഔട്ട്പുട്ട് അല്ല, മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ 100% ആക്കുന്നു. എന്നിട്ട് ഓരോ പ്രോസസ്സിൽ നിന്നുണ്ടാവുന്ന ലോസുകൾ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, സോ ഓരോ പ്രോസസ്സിൻ്റെയും നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന ക്ലൈമാക്സ് ലാസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ബാക്കി വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ റേഷ്യോ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണേ? വേസ്റ്റ് മൾട്ടിപ്ലയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. അതായത് ഇവിടെ കണ്ടോ, 1.3161 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 1 യൂണിറ്റ് കിട്ടണം. ഓക്കെ, എളുപ്പമാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ പറയുന്ന 2 പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ആ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ആകെ കൂടെ ചെയ്യേണ്ടത് തുടക്കം 100% ആണെന്നൊരു അസംഷനിൽ വെക്കണം. അതിൽ നിന്ന് ഓരോ പ്രോസസ്സിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റേജ് മൈനസ് ചെയ്യാം. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ആ ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടും ഫൈനൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? വേസ്റ്റ് മൾട്ടിപ്ലയർ എന്ന് പറയണേ. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.